എല്ലാവർക്കും ബ്ലൂടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ മെയിനായിട്ട് ചെയ്യുന്നത് ടെക് വീഡിയോസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 2020 ഇറങ്ങിയേക്കുന്ന 20,000 താഴെയുള്ള ബെസ്റ്റ് ബഡ്ജറ്റ് ഫോൺസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ മെയിനായിട്ടും 5 ഫോൺസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക പുതിയ പുതിയ ടെക് വീഡിയോകൾക്കായി. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലത്തെ ആദ്യത്തെ ഫോൺ, അതായത് 5 ഫോണിൽ നമ്മൾ ആദ്യം അവതരിപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ ഫോണാണ് റിയൽമി എക്സ്. റിയൽമി എക്സിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.3 ഇഞ്ചിന്റെ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ അല്ല, ആമോലെഡ് ഡിസ്പ്ലേ. പിന്നെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ 710Gന്റെ ഒരു പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പവറുള്ള ഒരു പ്രൊസസ്സറാണ്. പിന്നെ റാം സ്റ്റോറേജ് എന്ന് പറയുന്നത് 8GB per 128GB ആണ്. അതിന്റെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് പോപ്പപ്പ് ക്യാമറയാണ്. 16 മെഗാ പിക്സലിന്റെ പോപ്പപ്പ് ക്യാമറയാണ്. പിന്നെ അതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 3765 mAh ബാറ്ററിയാണ്. അതിന്റെ കൂടെ തന്നെ 20 വാട്ടിന്റെ വൂക്കിന്റെ 3.0 ചാർജിങ്ങിന്റെ ചാർജറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്, അതായത് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാല് ഒരു ബേസിക് മോഡലിന് പ്രൈസ് റേഞ്ച് വരുന്നത് 18,999 ആണ് വരുന്നത്. അതായത് 19,000 ആണ് വരുന്നത്. പിന്നെ ഈ ഫോണൊക്കെ ഇത്രയൊക്കെ അത്യാവശ്യം അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി സ്റ്റോറേജ് കുറവാണ്. അതായത് ലോ mAh ആണ് ബാറ്ററി. ഇതിനൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടെങ്കിലും 20,000 താഴെയുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് ആണ്. നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തേതാണ് റിയൽമി 5 Pro. അതിന് ഡിസ്പ്ലേ വരുന്നത് 6.53 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ഡിസ്പ്ലേ അല്ല. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 712G ആണ്. അതായത് നേരത്തെ കണ്ടതിനേക്കാളും നേരത്തെ കണ്ടതിൽ 710 ആയിരുന്നു, ഇവിടെ 712G ആണ്. അപ്പോൾ അത്യാവശ്യം സ്പീഡ് എന്നാലും മൈന്യൂട്ട് ആണെങ്കിലും അത്യാവശ്യം വ്യത്യാസമുണ്ട്. റാമും സ്റ്റോറേജ് എന്ന് പറയുന്നത് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജും ആണ്. റിയർ ക്യാമറ, അതായത് ബാക്ക് ക്യാമറ 48 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ. പിന്നെ അതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിന്റെ ആണ്. ബാറ്ററി 4035 mAh ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ 20 വോൾട്ടിന്റെ വൂക്ക് 3.0 ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റാർട്ടർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,999 ആണ്, അതായത് 17,000. നമ്മുടെ ലിസ്റ്റ് മൂന്നാമതായിട്ട് വരുന്നത് പോക്കോ X2 ആണ്. 20,000 താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് ഫോൺസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണ് പോക്കോ X2. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ബിൽഡ് ആണ്. അതായത് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ 6.67 ഇഞ്ചിന്റെ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പോക്കോ X2ന് 120 ഹെർട്സിന്റെ ഫ്ലാഗ്ഷിപ്പ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 64 MB സോണി IMX സെൻസേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh പ്ലസ് 27 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ വേറെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്യുമ്പോഴോ അതോ നമ്മൾ ഫോൺ റെസിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആക്സസ് അയക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. പിന്നെ 20,000 താഴെ കാണുന്ന ഫോൺസിൽ ഈ ഫോണിൽ മാത്രമേ ഈ പ്രത്യേകത കാണുള്ളൂ. ഈ ഫോണിലല്ല, ചില ഫോൺസിൽ മാത്രമേ പ്രത്യേകത കാണുള്ളൂ. IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇപ്പൊ ചിലവർക്ക് അറിയില്ലായിരിക്കും IR ബ്ലാസ്റ്റർ എന്താണെന്ന്. IR ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ അപ്ലയൻസ്, അതായത് AC, TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിന്റെ IR ബ്ലാസ്റ്റർ എന്ന ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഗെയിമിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഗെയിമിങ്ങിന് 20,000 ബെസ്റ്റ് ഫോൺ പോക്കോ X2 ആണ്. അപ്പോൾ അതായത് പോക്കോ X2 2020 ഇറങ്ങിയതാണ്. പിന്നെ പോക്കോ F1 ഉണ്ട്, അത് 2018 ഇറങ്ങിയത്. അപ്പോൾ ഗെയിമിങ്ങിന് എത്ര നേരം വേണമെങ്കിൽ നമ്മൾ ഗെയിം ചെയ്താലും അതിന് ഹീറ്റ് എന്നുള്ളൊരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല. കാരണം ഇന്നത്തെ ലിക്വിഡ് കൂൾ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് കൂൾ ടെക്നോളജി കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഹീറ്റ് ആവാതെ തന്നെ നമുക്ക് ഗെയിമിങ്ങിന് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പോക്കോ X2ന്റെ ബേസിക് പ്രൈസ്, അതായത് ബേസിക് മോഡലിന്റെ പ്രൈസ്, ബേസിക് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് 6GB പ്ലസ് 64GBക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് 16,999 ആണ്, അതായത് 17,000. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് റിയൽമി X2 ആണ്. റിയൽമി X2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കോ X2 പോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ബിൽഡ് ആണ്. അതുപോലെ തന്നെ 6.4 സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അതിന് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് 64 MB സാംസങ് GWI സെൻസേഴ്സ് ആണ് അതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കോ X2ന്റെ സെയിം പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 730G ആണ് അതിന്റെ പ്രൊസസ്സർ. 32 MB സെൽഫി ക്യാം ആണ്. പിന്നെ അതിന്റെ ബാറ്ററി വരുന്നത് 4000 mAh ബാറ്ററിയാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ 30 വോൾട്ടിന്റെ 4.0 ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. പോക്കോ X2ന്റെ പോലെ തന്നെ ഇത് ഗെയിമിങ്ങിനും അടിപൊളി
പക്ഷേ പോക്കോ X2 ഈ റിയൽമി X2 വെച്ച് നോക്കുകയാണെങ്കിൽ പോക്കോ X2 ലിക്വിഡ് കൂൾ ടെക്നോളജി ഉണ്ട്. അതായത് കൂടുതൽ നേരം നമ്മൾ ഗെയിമിങ്ങിനായി ഉപയോഗിച്ചാലും അത് ഹീറ്റ് ആവുന്ന പ്രശ്നമില്ല. പക്ഷേ റിയൽമി X2 അങ്ങനെയല്ല. ഗെയിമിങ്ങിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് കൂൾ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ബേസിക് മോഡലിന്, അതായത് 4GB + 64GB വരുന്നത് 17,999 ആണ്, അതായത് 18,000. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയിട്ട് വരുന്നത് റെഡ്മി നോട്ട് 9 Pro Max ആണ്. ഈ ഫോണിന്റെ ലോഞ്ചിങ് നടന്നതാണ്, പക്ഷേ അത് ഇതുവരെ കടകളിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 LCD ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇതിന്റെ പ്രോസസ്സർ. 64MB സാംസങ് GWI സെൻസർ ആണ് ഇതിൻ്റെത്. 32MB സെൽഫി ക്യാമറ, 5020 mAh ബാറ്ററി സ്റ്റോറേജ് ആണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 33 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പോക്കോ X2 കാണുന്ന IR ബ്ലാസ്റ്റർ എന്ന ഫീച്ചർ ഈ ഫോണിലുണ്ട്. പിന്നെ ഈ ഫോണും ഗെയിമിങ്ങിന് നല്ല ബെസ്റ്റ് ഫോണാണ്. 20,000 താഴെയുള്ള ഗെയിമിങ്ങിന് നല്ല ബെസ്റ്റ് ഫോണാണ്. പിന്നെ അതിൻ്റെ ബേസിക് മോഡൽ, അതായത് 6GB + 64GBയുടെ റേഞ്ച് വരുന്നത് 16,499, അതായത് 16,500. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ടെക് വീഡിയോസിനായിട്ട്.